നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെമ്മീൻ ഞണ്ട് റോസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടന്നാലോ. എന്നിട്ട് ആദ്യം ഞാനൊരു വലിയ ഞണ്ട് എടുത്തിട്ടുണ്ട്. മഡ് ക്രാബാണ് എടുത്തേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു 100 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലോണം വേവിച്ചെടുക്കുക കേട്ടോ. അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. വെന്ത് നല്ലോണം വെള്ളം വറ്റി വരണം കേട്ടോ. വേറൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇതിലിവിടെ ഞാനൊരു 6 ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്. വലിപ്പമുള്ളൊരു ചെറിയ ഉള്ളി 6 ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 2 ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞതും ഒരു ചെറിയ തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. വഴണ്ട് വരുമ്പോഴേക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലോണം വഴറ്റി ഇത് നല്ലോണം റോസ്റ്റായിട്ട് കിട്ടണം. ഇത്രയും മുരിഞ്ഞ് വരുമ്പോഴേക്കും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം പച്ചപ്പ് മാറുന്ന വരെ മുരിയിച്ചെടുക്കുക. നമുക്ക് തക്കാളി ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാൻ അതിൻ്റെ ചെമ്മീൻ ചേർക്കണോണ്ട് ഞാൻ ചേർക്കാണ്ടിരുന്നത്. ചേർത്ത് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഒന്നും കൂടി ഗ്രേവി ആയിട്ട് കിട്ടും. ഞാനിവിടെ ഡ്രൈ പോലെ ചേർക്കണോണ്ടാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ചെമ്മീനും ഞണ്ടും കൂടി ചേർത്ത് കൊടുക്കുക. 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും ഇങ്ങനെ ഒരു മസാല പോലെ കിട്ടും. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം കേട്ടോ. Thanks for watching.